ഒന്നിച്ചു മുന്നേറിയ പതിറ്റാണ്ടിൽ ഇനി അടൂർ നിയമസഭാ മണ്ഡലത്തിലെ വികസന കാഴ്ചകളാണ്. വേലുത്തമ്പി ദളവ വീരചരമം പ്രാപിച്ച, കൃഷിക്കും വ്യാപാരത്തിനും മതസൗഹാർദ്ദത്തിനും പേരുകെട്ട അടൂരിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി വികസന പ്രവാഹമാണ്. അടൂർ താലൂക്കിൽ ഉൾപ്പെടുന്ന അടൂർ നഗരസഭ, പന്തളം നഗരസഭ, പന്തളം തെക്കേക്കര, തുമ്പമൺ, കൊടുമൺ, ഏഴംകുളം, ഏറത്ത്, പള്ളിക്കൽ, കടമ്പനാട് എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലമാണ് അടൂർ. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് മുൻഗണന നൽകിയാണ് മണ്ഡലത്തിന്റെ വികസന പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത്. ഇതിന്റെ ഭാഗമായി പ്രധാന റോഡുകളുടെ നവീകരണം, സ്കൂൾ കെട്ടിട നിർമ്മാണം, ആശുപത്രി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ എന്നിവ ത്വരിതഗതിയിലാണ് നടപ്പിലാക്കിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 2016 മുതൽ 2026 വരെ എത്തി നിൽക്കുമ്പോൾ 10 വർഷം കേരളത്തിൽ വികസന മുന്നേറ്റമാണ് സൃഷ്ടിച്ചത്. അതിൻ്റെ ഭാഗമായി അടൂരിൽ കിഫ്ബിയിലൂടെ നിരവധി പദ്ധതികൾ തുടങ്ങാനും പൂർത്തീകരിക്കാനും കഴിയും. ഈ ഗവൺമെന്റ് 50,000 കോടി രൂപയുടെ വികസനമാണ് ലക്ഷ്യം വെച്ചത്. ഇന്നിപ്പോൾ 96,000 കോടി രൂപയുടെ വികസനമാണ് കേരളത്തിൽ ഒട്ടാകെ നടത്തുന്നത്. അടൂരിലും അതിന് ആനുപാതികമായിട്ടുള്ള വികസന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കിഫ്ബിയിലൂടെ ആദ്യമായി പൂർത്തീകരിച്ചത് കൊടുമൺ ഇന്റർനാഷണൽ സ്റ്റേഡിയമാണ്. 14 കോടി രൂപ ചെലവഴിച്ചു. അതിമനോഹരമായ ഒരു സ്റ്റേഡിയമായി അതിനെ മാറ്റിയെടുക്കാൻ കഴിയും. അടൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം അത് 2015 തന്നെ പണം അനുവദിച്ചതാണ്. എന്നാൽ സ്ഥലത്തിൻ്റെ സാങ്കേതിക പ്രശ്നം നിലമായിരുന്നു. അതിൻ്റെ കരയാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് വീണ്ടുപോയി. ഇപ്പം അതെല്ലാം പൂർത്തീകരിച്ച് ഇപ്പോൾ ടെൻഡർ ചെയ്തിരിക്കുകയാണ്. അടൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം ഉടൻ തന്നെ നിർമ്മാണം പൂർത്തീകരിക്കും. അടൂർ, കോന്നി, കുന്നത്തൂർ എന്നീ 3 നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന ആനയടി കൂടൽ റോഡിന് 133 കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്ന ചെലവ്. ഇതിന്റെ 1ാം ഘട്ടം 110 കോടി രൂപയുടെ പ്രവർത്തനം നടന്നു കഴിഞ്ഞു. അടൂർ ടൗണിന്റെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ ഇരട്ട പാലങ്ങളുടെ നിർമ്മാണം കിഫ്ബി വഴിയാണ് നടത്തിയത്. ആനയടി കൂടൽ റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഈ പാലവും പുതുക്കി നിർമ്മിച്ചത്. ഏലംകുളം കൈപ്പട്ടൂർ റോഡ് 12 മീറ്റർ വീതിയിൽ 61.17 കോടിയുടെ നിർമ്മാണമാണ് നടത്തിയിട്ടുള്ളത്. ആനയടി കൂടൽ റോഡ് 110 കോടി രൂപ. അതിൻ്റെ 1ാം ഘട്ടം പൂർത്തീകരിച്ചു കഴിഞ്ഞു. 2ാം ഘട്ടം ഉടനെ ആരംഭിക്കുന്നതാണ്. കുന്നത്തൂർ, മാവേലിക്കര, അടൂർ, കോന്നി 4 നിയോജക മണ്ഡലങ്ങളിലൂടെയാണ് ആ റോഡ് കടന്നു പോകുന്നത്. ഒരുപക്ഷെ
ഏതാണ്ട് 32 കിലോമീറ്റർ നീളത്തിൽ വളരെ വലിയ വീതി ആളുകൾക്ക് ഏറ്റവും സുഗമമായി സഞ്ചരിക്കാൻ കഴിയുന്ന റോഡാണ്. ഇപ്പോൾ അത് 2ാം ഘട്ടം ഉടനെ ആരംഭിക്കും. അതുപോലെ ഏഴംകുളം കൈപ്പട്ട റോഡ് 62 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതും ഇപ്പോൾ കൊട്ടാരക്കര ഭാഗത്തു നിന്ന് ശബരിമലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, പത്തനംതിട്ടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, കോന്നിയിലേക്ക് പോകാൻ വേണ്ടി വരുന്ന ആൾക്ക് വളരെ വേഗം ഏനാത്ത് ഏഴംകുളം വന്ന് കൈപ്പട്ടൂർ എത്തിച്ചേരാൻ പറ്റും, അല്ലെങ്കിൽ കോന്നിയിലേക്ക് എത്തിച്ചേരാൻ പറ്റും. വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റമാണ് അടൂർ നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്. 15 കോടിയോളം രൂപയാണ് വിദ്യാഭ്യാസ രംഗത്തിനായി ചെലവഴിച്ചിരിക്കുന്നത്. അടൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, പന്തളം തോട്ടക്കോണം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, കിഴക്കുപുറം ഹൈസ്കൂൾ, അടൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിനാണ് തുക ചിലവഴിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിലെ വലിയ മാറ്റമാണ് കിഫ്ബിയിലൂടെ നമുക്ക് സാധ്യമായിട്ടുള്ളത്. അടൂരെ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് 5 കോടി രൂപയാണ് കിഫ്ബി അനുവദിച്ചത്. 3 കോടി രൂപ MLA ഫണ്ട് കൂടി വിനിയോഗിച്ച് അങ്ങനെ ആകെ 8 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അടൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ അന്താരാഷ്ട്ര നിലവാരമുള്ള മികവിൻ്റെ ബിന്ദുവാക്കി മാറ്റി. സമ്പൂർണ്ണമായും എല്ലാ ക്ലാസ് വരെയും ഹൈടെക്കായി. അടൂർ ബോയ്സ് ഹൈസ്കൂൾ പുതിയ കെട്ടിടങ്ങളുണ്ടായി. അടൂർ ഗേൾസ് ഹൈസ്കൂൾ 3 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കിഫ്ബിയിലൂടെ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചു, അതും പൂർത്തീകരിച്ചു. അടൂർ തൃച്ചേന്തമംഗലം പള്ളിക്കൽ പഞ്ചായത്തിലാണ്, അവിടെയും 3 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അതും പൂർത്തീകരിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. അതോടൊപ്പം പന്തളം തോട്ടക്കോണം ഹൈസ്കൂൾ 3 കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ചു. കിഴക്കുപുറം ഹൈസ്കൂൾ 3 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മാണം പൂർത്തീകരിച്ചു. ഇതെല്ലാം കിഫ്ബി പദ്ധതിയിലൂടെ വന്നു. പശ്ചാത്തല വികസനത്തിനൊപ്പം അടൂരിലെ ശ്രീമൂലം മാർക്കറ്റ് 2 കോടി രൂപ ചെലവഴിച്ച് മുഖം മിനുക്കുകയുണ്ടായി. കൂടാതെ നഗരസഭയുടെ മേൽനോട്ടത്തിൽ ആധുനിക ക്രമറ്റോറിയത്തിന്റെ നിർമ്മാണവും ഉടൻ ആരംഭിക്കും. കിഫ്ബിയിൽ നമ്മുടെ എക്സൈസ് കോംപ്ലക്സ് നിർമ്മാണം പൂർത്തീകരിച്ചു. ഇങ്ങനെ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ അടൂർ ശ്രീമൂലം മാർക്കറ്റ് കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തി 2 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അത് പൂർത്തീകരിച്ചു കഴിഞ്ഞു. അടൂര് നഗരസഭയിലെ ആധുനിക രീതിയിലുള്ള ശ്മശാനം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. പറക്കോട് മാർക്കറ്റിന് ഇപ്പോൾ ആധുനിക രീതിയിലുള്ള മാർക്കറ്റ് സമുച്ചയം നിർമ്മിക്കുന്നത് കിഫ്ബിയിൽ നിന്ന് പണം അനുവദിച്ചിട്ടുണ്ട്. ആരോഗ്യരംഗത്ത് 14.64 കോടി രൂപയാണ് നിർമ്മാണ പ്രവർത്തനത്തിനായി മാറ്റിവെച്ചത്. അടൂർ ജനറൽ ആശുപത്രിയുടെ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ പണികൾ നടന്നുവരുന്നു. അടൂർ ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റൽ 14 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഇപ്പോൾ അത് പൂർത്തീകരിച്ച് തീരാറായി. ഈ ഫെബ്രുവരി മാസത്തോടെ പൂർത്തീകരിക്കും. പള്ളിക്കൽ PHC, കൊടുമൺ PHC, ഈ രണ്ടും കുടുംബാരോഗ്യ കേന്ദ്രമായി മാറി. രണ്ടും 1.85 കോടി രൂപ വീതം. പള്ളിക്കലിന് 1.85 കോടി രൂപ, കൊടുമണ് 1.85 കോടി രൂപ വീതം ചെലവഴിച്ചുകൊണ്ട് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്.
അതുകൂടാതെ അടൂർ ഫയർ സ്റ്റേഷൻ അത് നിർമ്മാണം പൂർത്തീകരിച്ചു കിഫ്ബി ഫണ്ട് അനുവദിച്ചാണ്. അതുപോലെ തന്നെ അടൂർ കോടതി സമുച്ചയം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 1ാം ഘട്ടം പൂർത്തീകരിച്ചു. 2ാം ഘട്ടത്തിന് ബജറ്റ് ഫണ്ട് വകയിരുത്തി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. മാർക്കറ്റ്, സ്റ്റേഡിയം, റോഡ്, സ്കൂൾസ്, മറ്റ് പൊതു സർക്കാർ ഓഫീസുകൾ, പശ്ചാത്തല സൗകര്യം അടക്കം നിർവഹിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അടൂരെ ഇരട്ടപ്പാലം കിഫ്ബി ഫണ്ടിലൂടെയാണ് അത് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. അങ്ങനെ വലിയ വികസനമാണ് അടൂർ മണ്ഡലത്തിൽ കിഫ്ബി പദ്ധതിയിലൂടെ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് പൂർത്തീകരിച്ചതും ഇപ്പോൾ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ MLA ഫണ്ടും ബജറ്റ് ഫണ്ടും ഉപയോഗിച്ചുള്ള മറ്റ് നിരവധി പദ്ധതികൾ കൂടി ഇപ്പോൾ നടപ്പായി വരുന്നുവെന്നും ഇത്തരത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നു. ഇങ്ങനെ ആരോഗ്യം, വിദ്യാഭ്യാസം, പശ്ചാത്തല വികസനം, റോഡ്, പാലങ്ങൾ തുടങ്ങി എല്ലാ മേഖലയിലും നിരവധി വികസന പ്രവർത്തനമാണ് മണ്ഡലത്തിൽ നടക്കുന്നത്. അടൂരിൻ്റെ പെരുമയ്ക്കനുസൃതമായ വികസനങ്ങളാണ് ഒരു പതിറ്റാണ്ടായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുൻഗണനാക്രമത്തിൽ പദ്ധതികൾ പൂർത്തീകരിച്ച് വികസന പാതയിൽ മുന്നേറുകയാണ് അടൂരും. കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനമായ എറണാകുളത്തെ പ്രമുഖ നിയോജക മണ്ഡലങ്ങളിലൊന്നാണ് കുന്നത്തുനാട്. വ്യവസായ സ്ഥാപനങ്ങൾ ഏറെയുള്ള മണ്ഡലത്തിൽ നടന്നുവരുന്നത് ഒട്ടേറെ വികസനങ്ങളാണ്. കാണാം ഒന്നിച്ചു മുന്നേറെ പതിറ്റാണ്ടിൽ കുന്നത്തുനാടിൻ്റെ വികസന പദ്ധതികൾ. കുന്നത്തുനാട് താലൂക്കിൽ ഉൾപ്പെടുന്ന ഐക്കരനാട്, കിഴക്കമ്പലം, കുന്നത്തുനാട്, മഴുവന്നൂർ, പുതുക്ക, തിരുവാണിയൂർ, വടവുകോട്, പുത്തൻകുരിശ്, വാഴക്കുളം എന്നീ പഞ്ചായത്തുകൾ അടങ്ങുന്നതാണ് കുന്നത്തുനാട് നിയമസഭാ മണ്ഡലം. കഴിഞ്ഞ ഈ 5 വർഷം കൊണ്ട് 2023 മുതൽ ഞാൻ MLA വന്നതിന് ശേഷം നിരവധിയായിട്ടുള്ള പദ്ധതികളാണ് നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞത്. 1ാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് കുറച്ച് തുകകൾ ഈ മണ്ഡലത്തിൽ അനുവദിച്ചിരുന്നെങ്കിലും ശരിയായ രീതിയിലുള്ള മുന്നോട്ട് പോക്ക് അതിലുണ്ടായില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ഇപ്പോൾ കിഴക്കമ്പലം നെല്ലാട് റോഡിന് അന്ന് 32 കോടി രൂപ അനുവദിച്ചിരുന്നു കിഫ്ബി വഴി. പക്ഷേ ഒരു റീച്ച് മാത്രമാണ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. സാങ്കേതികമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ അന്ന് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥരെ ഏകോപിപ്പിക്കാനൊന്നും കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് പിന്നീട് ആ പണി നിർത്തിവെക്കാൻ വരെ സാഹചര്യം ഉണ്ടായത്. 2021 ശേഷം ആ കിഴക്കമ്പലം നെല്ലാട് റോഡ് മാത്രം നിരവധിയായിട്ടുള്ള മീറ്റിങ്ങുകൾ നടത്തുകയും ഇപ്പോൾ ആ പണി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇപ്പോൾ 10 കോടി അഡീഷണലായിട്ട് നമുക്ക് ആ ഫണ്ട് അനുവദിച്ചു. ഇപ്പോൾ ആ റോഡ് വളരെ കേരളത്തിലെ തന്നെ മനോഹരമായ BMTC നിലവാരത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞു. അതുകൂടാതെ ചിത്രപ്പുഴ പോഞ്ഞാശ്ശേരി റോഡ്, അതുകൂടാതെ മണ്ണൂർ പോഞ്ഞാശ്ശേരി റോഡ്, അതും മണ്ണൂർ പോഞ്ഞാശ്ശേരി റോഡ് ഏതാണ്ട് 10.5 കോടി രൂപ എഗെയിൻ ഇതേപോലെ പ്രശ്നങ്ങളായിട്ട് കിടന്നിരുന്നതാണ് 2021 മുമ്പ്. അതും 2021 ശേഷം MLA വന്നപ്പോൾ അതും പൂർത്തീകരിക്കാൻ കഴിഞ്ഞു.
കുന്നത്തുനാട് മണ്ഡലത്തിൽ MLA എന്ന നിലയിൽ കിഫ്ബി ധനസഹായത്തോടെ റോഡ് വികസനം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നവീകരണം, കുടിവെള്ള പദ്ധതികൾ എന്നിവ ശ്രീ PV ശ്രീനിജൻ നടപ്പിലാക്കുന്നുണ്ട്. 2000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ 2021 മുതൽ 26 വരെ എത്തി നിൽക്കുമ്പോൾ നടപ്പിലാക്കാൻ കഴിഞ്ഞു. അതിൽ ഒരു വർഷം നമുക്ക് കോവിഡ് കാരണം വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ലെന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ഏകദേശം 4 വർഷം കൊണ്ടാണ് മണ്ഡലത്തിന് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ കഴിഞ്ഞത്. ഇപ്പോൾ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി വിവിധ പദ്ധതികളിലൂടെ 426 കോടി രൂപയാണ് അത് അനുവദിച്ചത്. മണ്ഡലത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കിഫ്ബി വഴി വലിയ നിക്ഷേപങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. മണ്ഡലത്തിലെ വിവിധ റോഡുകൾ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നവീകരിക്കുന്നു. സർക്കാർ സ്കൂളുകൾ കിഫ്ബി പദ്ധതി വഴി ആധുനികവൽക്കരിക്കുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പഴന്തോട്ട സ്കൂളിലാണ്. ഏകദേശം 4 കോടി രൂപയാണ് ഈ കാലയളവിൽ വിവിധ പദ്ധതികളിലൂടെ നമ്മൾ അനുവദിച്ചത്. 50 ലക്ഷം രൂപ സ്കൂളിന് പുതിയ ഗ്രൗണ്ടിന് വേണ്ടി ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. ഈ ബഡ്ജറ്റിൽ തന്നെ 3.5 കോടി രൂപ 2 കെട്ടിടങ്ങളുടെ. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി കഴിഞ്ഞാൽ ജീവിത നിലവാരങ്ങൾ ഉയരും. ആ ജീവിത നിലവാരങ്ങൾ ഉയർന്നു കഴിഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയും. ഇപ്പോൾ ഭവനങ്ങൾ ഈ 5 വർഷ കാലയളവിൽ 1350 ഭവനങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു ലൈഫ് പദ്ധതി വഴി. അതിൽ 541 SC/ST വിഭാഗങ്ങൾക്കാണ് കൊടുക്കാൻ കഴിഞ്ഞത്. കിൻഫ്രയുടെ പെട്രോൾ കെമിക്കൽ പാർക്കിനായി 1500 കോടിയോളം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. 950 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇതിനോടൊപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേക പരിഗണനയാണ് ഈ സർക്കാർ കുന്നത്തുനാട് നിയോജകമണ്ഡലത്തിൽ തന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് വിദ്യാഭ്യാസ മേഖലയിൽ 50 കോടി രൂപയോളം വിവിധ പദ്ധതികളിലൂടെ നമുക്ക് ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സമസ്ത മേഖലകൾ, ആശുപത്രികൾ, വിദ്യാലയങ്ങൾ, വാട്ടർ അതോറിറ്റി, കൃഷിഭവൻ, ഏകദേശം 50 കോടി രൂപയുടെ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. അതേപോലെ KSEB 100 കോടി രൂപയുടെ പദ്ധതികളാണ് ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കിയത്. അതുകൂടാതെ ഇപ്പോൾ 100 കോടി രൂപയാണ് നമ്മുടെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് CSR വഴിയാണെങ്കിലും 100 കോടി രൂപയുടെ പദ്ധതി നമ്മുടെ ബ്രഹ്മപുരത്ത് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. കുടിവെള്ള വിതരണം മെച്ചപ്പെടുത്താനുള്ള പ്രോജക്റ്റുകൾ പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. കുന്നത്തുനാട്ടിൽ മണ്ണൂർ പോഞ്ഞാശ്ശേരി റോഡ്, നെല്ലാട് കിഴക്കമ്പലം റോഡ് എന്നിവയ്ക്കായി 57 കോടിയിൽ പരം രൂപയുടെ വികസനമാണ് നടത്തിയത്. ആലുവ മൂന്നാർ റോഡ് എടുത്തു പറയേണ്ടതാണ്. 1600 കോടി രൂപയാണ് ഇതിന്റെ വികസനത്തിനായി മാറ്റിവെച്ചത്. ഓരങ്കടവ് പാലം 2021 മുമ്പ് പദ്ധതി 4 കാലിൽ നിൽക്കുന്ന ഒരു പദ്ധതിയെ 2021 ശേഷം പദ്ധതി ഏറ്റെടുത്ത് സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കി നമുക്ക് തുറന്നു കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞു. മഞ്ചേരിക്കുഴി പാലം അതും നമുക്ക് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ കൃത്യമായിട്ടുള്ള വികസന പദ്ധതികൾ ഏറ്റെടുത്ത് കിബിയിൽ നിന്ന് ഫണ്ട് അനുവദിക്കും. ഇപ്പോൾ കോലഞ്ചേരി ബൈപ്പാസ് 2023 കോലഞ്ചേരി ബൈപ്പാസ് നമുക്ക് ബഡ്ജറ്റിൽ അംഗീകാരമുള്ളതാണ്.
അതിനുശേഷം ഡിസൈൻ നടത്തി അതിൻ്റെ രൂപരേഖ തയ്യാറാക്കി ഇപ്പോൾ കിബിയിലേക്ക് നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. അതിൻ്റെ പണി സാങ്കേതിക ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഭരണാനുമതിയും ബാക്കി തുകയും അതിനും നമുക്ക് കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കടയിരിപ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ 3 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന സിന്തറ്റിക് ട്രാക്കിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. വാഴക്കുളം ഗവൺമെന്റ് ഹൈസ്കൂളിന് 5 കോടി രൂപയുടെ കെട്ടിടം, വൈദ്യുത പ്രസരണത്തിനായി കൊച്ചി ലൈൻ പാക്കേജിന് 372.73 കോടി രൂപ, വേങ്ങോല ഐസൊലേഷൻ വാർഡ് നവീകരണത്തിനായി 1.69 കോടി രൂപ തുടങ്ങിയവയും ചെലവഴിച്ചു. കിഴക്കമ്പലം, അപ്പച്ചൻകവല, പഴന്തോട്ടം, പാങ്കോട്, വടവുകോട്, പുത്തൻകുരിശ്, ചോറ്റാനിക്കര റോഡിന് 28 കോടി രൂപ അനുവദിച്ചതും വികസന പാതയിലെ നിർണായക ചുവടുവയ്പ്പാണ്. ജീവിതത്തിൻ്റെ നാനാതുറകളിൽ പെടുന്ന ആളുകൾക്ക് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പട്ടയം ഏകദേശം 300ഓളം പട്ടയങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു. 40-50 വർഷമായിട്ട് നടക്കാതിരുന്ന പട്ടയങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ എണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2000 കോടി. ഇപ്പോൾ വ്യവസായ വകുപ്പ് പെട്രോ കെമിക്കൽസ് പാർക്ക് 300 കോടിയുടെ പദ്ധതികളാണ് ഇപ്പോൾ പെട്രോ കെമിക്കൽസ് പാർക്കിൻ്റെ പണി നടക്കുന്നത്. വ്യവസായ വകുപ്പിൻ്റെ അതുകൂടാതെ ഇപ്പോൾ ഇൻഫോ പാർക്കിൻ്റെ 3ാം ഘട്ടം നമ്മുടെ മണ്ഡലത്തിലാണ്. 300 ഏക്കർ സ്ഥലം ഇപ്പോൾ സ്ഥലമേറ്റെടുക്കാൻ പോകുന്നു. കുന്നത്താടിനെ സംബന്ധിച്ച് വികസനത്തിൻ്റെ വിസ്മയകരമായിട്ടുള്ള 5 വർഷങ്ങളാണ് കടന്നുപോയത്. കാലത്തിനനുസരിച്ച് വികസനങ്ങളാണ് കുന്നത്തുനാട്ടിൽ നടപ്പാക്കി വരുന്നത്. സമസ്ത മേഖലയിലെയും വികസനം കുന്നത്തുനാടിനെയും ശ്രദ്ധാകേന്ദ്രമാക്കുകയാണ്.